മറ്റു സമാജം വാർത്തകളിലേക്ക്. കല്യാൺ കണ്ണൂർ ഫ്രണ്ട്സിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന വാർഷികാഘോഷ പരിപാടികളിൽ മേജർ വിജയകുമാർ മുഖ്യാതിഥിയായിരുന്നു. സെക്രട്ടറി AK മഹേഷ് ബാബു, പ്രസിഡന്റ് PM ഭാസ്കരൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മുംബൈയിലെ വ്യവസായിയും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖനുമായ CP ബാബു വിശിഷ്ടാതിഥിയായിരുന്നു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. കേരളത്തിന്റെ തനത് സംസ്കാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവതരിപ്പിച്ച നൃത്തനൃത്യങ്ങൾ പ്രേക്ഷക പ്രീതി നേടി. മുംബൈ നാടകവേദിയിലെ സജീവ സാന്നിധ്യമായിരുന്ന രാജൻ കടന്നപ്പള്ളിയുടെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങിൽ സംഘടനയുടെ പ്രതിനിധികൾ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. എല്ലാറ്റിനും മേലെ ഒരു മനുഷ്യസ്നേഹിയായിരുന്നു. അദ്ദേഹത്തെ പോലെയുള്ള ആളുകളുടെ ഒരു നിര്യാണം തീർച്ചയായും ഓൾ ഇന്ത്യ മലയാളിക്കൊരു നഷ്ടം തന്നെയാണ്. അദ്ദേഹം ഞങ്ങൾക്ക് കാണിച്ചു തന്ന പന്താവിലൂടെ ഇനിയും അങ്ങോട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രതിജ്ഞ എടുക്കാനും കൂടിയാണ് ഇത്തരത്തിലുള്ള ചടങ്ങ് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹം നാടകകലയുമായിട്ടുള്ള വളരെ ആത്മീയ ബന്ധം പുലർത്തിയ ഒരു വ്യക്തിയായിരുന്നു. അതിൽ ഇന്ന് അഭിമാനിക്കാവുന്ന എയിമ ഇന്ന് ഇവിടെ കൂടിയിട്ടുള്ള എല്ലാ ജനങ്ങളും രാജനോടുള്ള കടപ്പാടും ആദരാഞ്ജലി അർപ്പിക്കാനും കൂടി ഇവിടെ വന്നതാണ്. തുടർന്ന് നാടകകലയുമായി ആത്മീയ ബന്ധം പുലർത്തിയ 40 കലാകാരന്മാരെ ആദരിച്ചു. നാടൻ കലാപരിപാടികളും അരങ്ങേറി. ടാക്കൂരിലെ മുത്തപ്പൻ വെള്ളാട്ട മഹോത്സവം വിപുലമായ പരിപാടികളോടെ കൊണ്ടാടി. മുത്തപ്പൻ വെള്ളാട്ട മഹോത്സവവും മലയിറക്കവും ആയിരക്കണക്കിന് ഭക്തജനങ്ങൾക്ക് സായുജ്യം പകർന്നു. 2 ദിവസം നീണ്ടുനിന്ന മുത്തപ്പൻ വെള്ളാട്ട മഹോത്സവത്തിന് കല്യാൺ വെസ്റ്റ് റെയിൽവേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഗ്രൗണ്ട് വേദിയായി. വിവിധ കലാപരിപാടികളോടെ ആരംഭിച്ച മന്നം ജയന്തി ആഘോഷത്തിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. ചിത്ര വിജയൻ നായർ മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ 100 എപ്പിസോഡുകൾ പിന്നിട്ട അംശി മുംബൈയുടെ അണിയറ പ്രവർത്തകരെ അനുമോദിച്ചു.